ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. നിരവധി പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ 5 T20 മത്സരങ്ങളും 3 ഏകദിന മത്സരങ്ങളും ഇന്ത്യ കളിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുക. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 19-ാം തീയതി ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി മാർച്ച് 9-ാം തീയതിയാണ് അവസാനിക്കുക. അതിനുശേഷം നമ്മെ കാത്തിരിക്കുന്നത് IPL ആണ്. മാർച്ച് 21 മുതൽ മെയ് 25 വരെയാണ് IPL നടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് വരുന്ന IPL-ൽ പഞ്ചാബിനെ നയിക്കുക ശ്രേയസ് അയ്യറാണ്. ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, വലിയ ഒരു തുക നൽകിക്കൊണ്ടായിരുന്നു ശ്രേയസ് അയ്യറെ പഞ്ചാബ് സ്വന്തമാക്കിയിരുന്നത്. നേരത്തെ കൊൽക്കത്തക്ക് ഈ ഒരു കിരീടം നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ക്യാപ്റ്റൻ കൂടിയാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹം പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ആകും എന്നുള്ളത് പ്രതീക്ഷിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതേസമയം ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പ്രധാനമായും 2 താരങ്ങളെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അത് ഋഷഭ് പന്തും അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളുമാണ്. എന്നാൽ പന്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത് എന്ന് PTI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ബൂംറയാണ് ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തുള്ളത്. എന്നാൽ രോഹിത് ശർമ്മ പടിയിറങ്ങിയാൽ അവിടെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ബൂംറ വരാൻ സാധ്യതയുണ്ട്. ഇനി 5 മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് ഒരു ടെസ്റ്റ് മത്സരം കളിക്കേണ്ടി വരുന്നത്. എതിരാളികൾ ഇംഗ്ലണ്ടാണ്. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ പ്രകടനത്തെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും രോഹിത്തിന്റെ ആ ഒരു ക്യാപ്റ്റൻസിയിലെ ഭാവി നിലനിൽക്കുക എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. സമീപകാലത്ത് ഒരുപാട് തോൽവികൾ ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.